നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇനി മുതൽ ബാലസൗഹൃദ പഞ്ചായത്ത്. പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു തുടങ്ങി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്തിലെ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇനി മുതൽ ബാലസൗഹൃദ പഞ്ചായത്ത്. പഞ്ചായത്ത് ഓഫീസ് ബാലസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങളുടെ കൂടെ വരുന്ന കൊച്ചുകുട്ടികൾക്കായി നിർമ്മാണം പൂർത്തിയാക്കിയ കളിയിടം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസിലി തോമസ്, നിർവാഹക ഉദ്യോഗസ്ഥ PK വിനോദിനി എന്നിവർ പ്രസംഗിച്ചു. ഒരു സ്വപ്നം നമ്മുടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. 2023-24 വാർഷിക പദ്ധതിയിൽ 2,50,000 തുക വകയിരുത്തിക്കൊണ്ട് ബാലസൗഹൃദ കളിയിടം ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ICD സൂപ്പർവൈസർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജോലിക്കിടയിൽ നിന്നും ഇതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചതിൻ്റെ പിന്നാലെ തന്നെ നിന്ന നമ്മുടെ പ്ലാനർക്ക് സലേഷിനെ ഈ നിമിഷത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതായത് പഞ്ചായത്തിലെത്തുന്ന വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്ന മാതാപിതാക്കളുടെ കൂടെ പലപ്പോഴും നമ്മൾ കുട്ടികളെ കാണാറുണ്ട്. അവർക്ക് ശാരീരികവും മാനസികവുമായ ഉല്ലാസം ലഭിക്കുന്നതിനും ആയിട്ടുള്ള ഒരു കളിയിടമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസിലി തോമസ്, മറ്റംഗങ്ങൾ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ ഹരിതകർമ്മസേന അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്തിലെ 42 ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോമിന് ഉള്ള കോട്ട് വിതരണം ചെയ്യുന്നത്. നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ അരുണ ചേച്ചിക്കാണ് ആദ്യമായി പ്രസിഡന്റിനെ കൊണ്ട് കോട്ട് വിതരണം ചെയ്യിപ്പിക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുതിയ റെക്കോർഡ് റൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസിലി തോമസ്, നിർവാഹക ഉദ്യോഗസ്ഥ E ധന്യ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിന്റെ സേവനം, ജനങ്ങൾക്ക് നൽകുന്ന സേവനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പുതിയൊരു റെക്കോർഡ് റൂം നിർമ്മാണം നടത്തിയത്. അത് 2 തരത്തിലാണ് അതിന്റെ നിർമ്മാണം നടന്നത്. അതിൻ്റെ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറും അതിൻ്റെ ക്യാബിൻ സജ്ജീകരിക്കൽ സെക്രട്ടറിയുമാണ് നടത്തിയത്. അതിൻ്റെ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കിന് 10 ലക്ഷം രൂപയും അതിൻ്റെ ക്യാബിൻ സജ്ജീകരിക്കുന്നതിന് 15 ലക്ഷം രൂപയും എന്നുള്ള രീതിയിൽ 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2 ദിവസത്തെ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേന തയ്യാറാക്കിയ ജൈവ വളത്തിന്റെ വിൽപ്പന ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. MK ശൈലജ, റീന ഫ്രാൻസിസ്, ഷീബ സുരേന്ദ്രൻ, കൃഷി ഓഫീസർ അമൃത നിഷാന്ത്, ബിജു എന്നിവർ സംസാരിച്ചു. സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്തിലെ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. കർഷകയായ ഷൈനി ശിവരാമന്റെ കൃഷിയിടത്തിൽ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തികൾ, സ്കൂളുകൾ, കുടുംബശ്രീ ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങി 50ഓളം കർഷകരാണ് ഗ്രൂപ്പുകളായും ഒറ്റയ്ക്കും ചെണ്ടുമല്ലി കൃഷിക്കായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കൃഷി ഓഫീസർ അഞ്ജു B രാജ്, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ,
ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സരിത സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സുരജിത്ത് പട്ടത്ത്, മണി സജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പച്ചക്കറി കൃഷിയും അതുപോലെ മറ്റു വിവിധ കൃഷികളും ചെയ്യുന്നതോടൊപ്പം തന്നെ ഓണക്കാലത്തിന്റെ വിപണിയെ പിടിച്ചു നിർത്താൻ കഴിയാവുന്ന തരത്തിലേക്ക് പൂക്കൃഷി കൂടി വ്യാപിപ്പിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല, നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ ചെണ്ടുമല്ലി കൃഷി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകട സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന വിഷയത്തിൽ ആലങ്ങാട് ശങ്കര UP സ്കൂളും പുതുക്കാട് KSEBയും സംയുക്തമായി കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിത്യജീവിതത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടു വരുന്ന അപകട സാഹചര്യങ്ങളെയും അത് അതിജീവിക്കേണ്ട മാർഗങ്ങളെയും കുറിച്ച് KSEB സബ് എഞ്ചിനീയർ ഷാജു കുട്ടികൾക്ക് ക്ലാസ് നൽകി. പ്രധാനാധ്യാപിക ശ്രീകല, ഓവർസിയർ സതീശൻ, സാലി സത്യനാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മളിപ്പോൾ വർഷക്കാലാണ്, നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് പല സ്ഥലങ്ങളും മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കാണാം അല്ലേ? പലപ്പോഴും ഈ മരങ്ങളുടെ ഒപ്പം മരങ്ങൾ നേരെ വീണിട്ടുണ്ടാവുക നമ്മുടെ ഇലക്ട്രിക് ലൈനിലായിരിക്കും. ഒപ്പം മരത്തിൻ്റെ ഒപ്പം കമ്പിയൊക്കെ പൊട്ടിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ, ആ കമ്പിയൊക്കെ പൊട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ കാരണം? കുട്ടികൾക്ക് വിജ്ഞാനത്തിനും വിനോദത്തിനുമായി ഇൻഡോർ ഗെയിംസ് സോൺ ആയ ഫൺ ഫാക്ടറി ഒരുക്കി ആലത്തൂർ ALP സ്കൂൾ. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA ജനറൽ ബോഡി യോഗത്തിന്റെ വാർഷിക പൊതുയോഗ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഫുട്ബോൾ ജഗ്ലിംഗിൽ നൊബേൽ വേൾഡ് റെക്കോർഡ് ജേതാവ് NG അനൈ മുഖ്യാതിഥിയായിരുന്നു. 35 മിനിറ്റിൽ 3756 തവണ ഫുട്ബോൾ ജഗിൾ ചെയ്തുകൊണ്ടാണ് ലോക റെക്കോർഡ് നേടിയത്. ഇതിന്റെ ഒരു മോഡൽ പ്രകടനം അനൈ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഏവർക്കും കൗതുകമായി. വിദ്യാലയ മാനേജ്മെന്റ്, PTA എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫൺ ഫാക്ടറി ഒരുക്കിയിട്ടുള്ളത്. ബുദ്ധിപരമായ സൃഷ്ടിപരത വളർത്താനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെസ് ബോർഡുകൾ, ക്യാരംസ്, ട്രാബുലിൻ, ബിൽഡിംഗ് ബ്ലോക്സ്, 10-പിൻ ബൗളിംഗ്, ബ്രെയിൻ ജിം തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യോഗത്തിൽ പ്രധാനാധ്യാപിക PM ജിൻസ, ഇരിഞ്ഞാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MC നിഷ, ഗ്രാമപഞ്ചായത്ത് അംഗം A രാജീവ്, മാനേജർ T രമേഷ് കുമാർ, PTA പ്രസിഡന്റ് PS സുനിൽ, സുമി ബൈജു, CG അനൂപ്, TS ശാലുമോൾ, KM ദേവനന്ദ, NA അരുണിമ, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ചെങ്ങാലൂർ നെല്ലായി കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ സാമൂഹിക പ്രത്യാഘാത പഠന റിപ്പോർട്ട് വിലയിരുത്തുന്നതിനായി വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു. ഡോക്ടർ R രമ്യ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ഡോക്ടർ K ബിനു, CA ജമാലുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, ഷാജു കാളിയങ്കര എന്നിവരാണ് സന്ദർശിച്ചത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, സെയിന്റ് തോമസ് ദിനമായ ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ അതിരൂപത നടത്തുന്ന അവകാശ ദിനാചരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ണമ്പേട്ട മേരി ഇമാക്കുലേറ്റ് പള്ളിയിൽ പ്രതിഷേധ സമ്മേളനവും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ സംഘടനകളായ KCYM, KLM, CLC, മാതൃവേദി, കുടുംബ കൂട്ടായ്മ, കേന്ദ്രസമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചത്. KLM പ്രസിഡന്റ് ഓസ്റ്റിൻ തെക്കുംപുറം വിഷയാവതരണം നടത്തി. പള്ളി ട്രസ്റ്റിമാരായ ജേക്കബ് പോഴോലിപ്പറമ്പിൽ, ആന്റോ തളിയപ്പറമ്പിൽ, റാഫി കുറ്റൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് ഇലക്ഷനും വിജയികളുടെ സ്ഥാനാരോഹണവും നടന്നു. സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി തൃശൂർ ഡയറക്ടർ R ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി A രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C രാഗേഷ്, ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, സമിതി വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വിദ്യാലയത്തിൽ രൂപീകരിച്ച 4 ഹൗസ് ക്ലബ്ബുകളുടെയും കമ്മിറ്റികളും ചുമതലയേറ്റു. ഗ്രൂപ്പാണ് ഈ സ്കൂൾ പാർലമെന്റ്. അപ്പോൾ അതിൽ ഇന്നിവിടെ നടക്കുന്നത് 24-25 അധികാരം കിട്ടാൻ പോകുന്ന കുട്ടികൾക്കുള്ള സ്ഥാനാരോഹണമാണ്. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും ചാലക്കുടി കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തും. രാവിലെ 8:30 മുതൽ 12 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. നന്ദിക്കര വിൻകോസ്റ്റിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക.
ചെങ്ങാലൂർ മനക്കൽക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നീ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6:30 തായമ്പക ഉണ്ടായിരിക്കും. ആമ്പല്ലൂർ കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കും. രാവിലെ 5:45 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 8:30 നാദസ്വരവും 10 കലശാഭിഷേകവും നടക്കും. പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 താലം വരവ്, തുടർന്ന് വിവിധ കലാപരിപാടികളും കലാപ്രതിഭകൾക്ക് പ്രോത്സാഹന സമ്മാനദാനവും ഉണ്ടായിരിക്കും. ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിനു വേണ്ടി തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ ഒപ്പുശേഖരണം നടത്തി. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്ററൽ കൗൺസിൽ അംഗം വർഗീസ് തെക്കേത്തല, കൈക്കാരന്മാരായ ജോസ് മംഗലൻ, പ്രിയൻ ചിറ്റാട്ടുകരക്കാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജെയ്സൺ കുറ്റിക്കാടൻ, ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് ഷീല ചാമത്തോടൻ എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച തൃശൂരിൽ വെച്ചാണ് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആമ്പല്ലൂർ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം നിർവഹിക്കും. യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിക്കും. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യാതിഥിയാകും. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് ഭണ്ഡാരി മുഖ്യപ്രഭാഷണം നടത്തും. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. വ്യാഴാഴ്ച 520 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 53,600 രൂപയാണ്. ഈ മാസം ഇതുവരെ 600 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,700 രൂപയാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 25 വയസ്സിനും 45 വയസ്സിനും മധ്യേ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ ഈ മാസം 10 വൈകിട്ട് 5 മണിക്ക് മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480 2751 232. അസാപ് കേരള നോളജ് എക്കോണമി മിഷൻ, കുടുംബശ്രീ മിഷൻ, DDUG-KY എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജോബ് ഫെയർ 2024 സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കുന്നംകുളം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജോബ് ഫെയർ നടക്കും. SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി എന്നീ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ടെലികോളർ മുതൽ മാനേജർ വരെയുള്ള 100ഓളം ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നവർ www.bit.ly.CSPKKM ജോബ് ഫെയർ എന്ന ഓൺലൈൻ ലിങ്കിലൂടെ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8089188155. മറ്റൊരു നമ്പർ 9857504464. ട്രാൻസ്ജെൻഡർ പോർട്ടൽ വഴി ID കാർഡ് എടുക്കാത്തവർ നാഷണൽ പോർട്ടൽ വഴി ഓൺലൈനായി കാർഡ് ലഭിക്കുന്നതിന് ഉടനെ അപേക്ഷിക്കണമെന്നും ആധാർ കാർഡ് ലഭിക്കാത്തവർ ആധാറിനും അപേക്ഷിക്കണമെന്നും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു. കെൽട്രോൺ നടത്തുന്ന മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9072592412 എന്ന നമ്പറിലോ 9072592416 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗുണമേന്മയുള്ള 1 ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 9495000919. മറ്റൊരു നമ്പർ 9495000916. അളഗപ്പനഗർ പഞ്ചായത്ത് പരിധിയിലെ റോഡുകളിലും പാതയോരങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങൾ, തോരണങ്ങൾ, കൊടിക്കൂറകൾ, ഫ്ലക്സുകൾ, പരസ്യ ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചവർ തന്നെ ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6700 രൂപയും പവന് 53,600 രൂപയും രേഖപ്പെടുത്തി. കടമ്പോട് ചിറയത്ത് ജോണി മകൻ ജിൻസ് അന്തരിച്ചു. 32 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
വല്ലപ്പാടി ചെങ്ങിനിയാടൻ ജോസ് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചിറ്റിശ്ശേരി ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ പാവു അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസിയാണ് ഭാര്യ. ജെയ്സൺ, ജോബി എന്നിവർ മക്കളും സോജ, പ്രീതി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇനി മുതൽ ബാലസൗഹൃദ പഞ്ചായത്ത്. പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു തുടങ്ങി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മുരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് എന്ന ലക്ഷ്യത്തോടെ മുരിയാട് പഞ്ചായത്തിലെ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.